അനധികൃത ചെങ്കൽ ഖനനം തടഞ്ഞതിന് സിപിഎം പ്രാദേശിക നേതൃത്വം പോലീസിനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതി. എറണാകുളം പിറവം മണീട് പഞ്ചായത്തിലെ ഏഴക്കര നാട്ടിലാണ് സംഭവം. അനുമതിയില്ലാത്ത ഖനനം തടഞ്ഞതിന് സിപിഎം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി രാമമംഗലം സിഐയോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണവും ന്യൂസ് 18 ലഭിച്ചു. ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് നാളുകളായി പിറവം മണീട് പഞ്ചായത്തിലെ ഏഴക്കർനാട്ടിൽ ചെങ്കല് ഖനനം നടന്നിരുന്നത്. ഏഴക്കർനാട് പള്ളിക്ക് സമീപം അമ്പലംതകിടി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള 4 ഏക്കറോളം വരുന്ന സ്ഥലത്തായിരുന്നു ഖനനം. രഹസ്യവിവരത്തെ തുടർന്നാണ് രാമമംഗലം സിഐയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയത്. കല്ല് വെട്ടിക്കൊണ്ടുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ പോയി കണ്ടതും ഒരു JCBയും പിന്നെ 2 വണ്ടി. ഒന്ന് ഈ വെട്ടിയ കല്ല് വെട്ടിയ ഈ മൺകല്ല് കയറ്റി വച്ചിരിക്കുന്ന ഒരു വണ്ടി, പിന്നെ അല്ലാതെ ഒരു മണ്ണ് വണ്ടി, പിന്നെ 5 ട്രില്ലറുകൾ, ഇത് വെട്ടാൻ ഉപയോഗിച്ച 5 ട്രില്ലർ. ഇത്രയാണ് നമ്മൾ പിടിച്ചെടുത്ത് അത് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ചെങ്കല് ഖനനത്തിനെതിരെ നടപടിയെടുത്ത സിഐയെ സിപിഎം ഏരിയ സെക്രട്ടറി നിരന്തരം ഭീഷണിപ്പെടുത്തുന്നെന്നാണ് പരാതി. സിപിഎം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ ഫോൺ സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. നമസ്കാരം, PB രതീഷാണ്. പറയണം. ഇവിടെ ഒന്ന് താനെന്തോ അനാവശ്യം പറഞ്ഞതിനെ പറ്റി. ആര് പറഞ്ഞു? ഏഴക്കനാട് വന്ന്. ഏഴക്കനാട് എന്തോ അനാവശ്യം പറ്റി പറഞ്ഞെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. നിങ്ങളെ കുറിച്ച് ഞാൻ അനാവശ്യം പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളോട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അതും താൻ തന്നെ പണി ചെയ്താ പോരെ. ഈ നാട്ടിൽ പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്തമാനം പണി ചെയ്തതിനാ. ഞാൻ എന്താ ആവശ്യമില്ലാത്ത പറഞ്ഞാ? നിങ്ങളെന്താ അറിഞ്ഞത്? വിളവെടുക്കണ്ട കേട്ടോ. നിങ്ങൾ വിളവെടുക്കണ്ട. നിങ്ങളെന്താ എന്നെ വിളിച്ച് രാത്രി, നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കാണല്ലോ. നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ല പറഞ്ഞത്. ഞാൻ FIR എടുത്ത് കാണിച്ചു തരാം. PB രതീഷിന്റെ നിരന്തരമുള്ള ഭീഷണിയെക്കുറിച്ച് മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. തീരുമാനമനുസരിച്ച് നടപടികളിലേക്ക് കടക്കുമെന്നും SHO അറിയിച്ചു. ഞാൻ ആ വിവരം എന്നെ ഭീഷണിപ്പെടുത്തിയവരെ എന്റെ മേലുദ്യോഗസ്ഥരെ SPയും DSPയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം കല്ലുവെട്ടാനും കടത്തുവാനും ഉപയോഗിച്ചിരുന്ന 4 ട്രാക്ടറുകളും 2 ലോറികളും മണ്ണ് മാറ്റാൻ ഉപയോഗിച്ചിരുന്ന JCBയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ലോറികളിൽ ഒന്നിൽ കല്ലും മറ്റൊന്നിൽ മണ്ണുമായിരുന്നു. അനധികൃതമായി എംസാൻഡ് കടത്തിയ 2 ലോറികളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പിടിച്ചെടുത്ത വാഹനങ്ങൾ റവന്യൂ വകുപ്പിന് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.